BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സാവരിയെ തല മുതൽ കാലുവരെ അടിച്ചു ചതച്ചു. മതപരിവർത്തനത്തിന് നിരന്തരം ഭീഷണിപ്പെടുത്തി പ്രതിക്കെതിരെ കുടുംബം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിനെ സഹപാഠി സദറുൽ അനം അതിക്രൂരമായി മർദ്ദിച്ചെന്ന് കുടുംബം. തല മുതൽ കാലുവരെ അടിച്ചു ചതച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും കേസിന്റെ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിൽ സൗകര്യങ്ങളില്ല. ഭക്ഷണം കഴിക്കുവാൻ പോലും പ്രതിസന്ധിയുണ്ടെന്നും കുടുംബം പറയുന്നു. കള്ളാടിയിലുണ്ടായത് പ്രകൃതി ദുരന്തം. പദ്ധതി അവസാനിപ്പിക്കുക എന്നത് ശരിയായ സമീപനം അല്ല. MV ഗോവിന്ദൻ. വയനാട് കള്ളാടിയിലുണ്ടായത് പ്രകൃതി ദുരന്തമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മല ഇടിച്ചിലാണുണ്ടായത്. പദ്ധതി അവസാനിപ്പിക്കുക എന്നത് ശരിയായ സമീപനമല്ല. പദ്ധതി പ്രദേശത്തുള്ള ആളുകളെ പുനരധിവസിപ്പിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പദ്ധതിക്ക് അനുമതി നൽകിയത് കേന്ദ്ര സർക്കാരാണ്. ആവശ്യമായ പരിശോധനയും അന്വേഷണവും നടത്തണം. ഫലപ്രദമായ രീതിയിൽ പദ്ധതി കൈകാര്യം ചെയ്യണം. യോജിച്ച പ്രവർത്തനം ഉണ്ടാകണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോറോ ഹെൽത്തിന്റെ നടപടി രാജ്യത്ത് കേട്ടുകേൾവി പോലുമില്ലാത്തത്. ഇടത് സർക്കാർ കാലത്ത് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. വി ശിവൻകുട്ടി. കോറോ ഹെൽത്തിന്റെ നടപടി രാജ്യത്ത് കേട്ടുകേൾവി പോലുമില്ലാത്തതാണെന്ന് വി ശിവൻകുട്ടി. ലേബർ കോഡിലെ നിയമങ്ങൾ തൊഴിലാളികളിൽ അടിച്ചേൽപ്പിക്കുവാൻ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തയ്യാറായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള കുറ്റം സമ്മതിച്ച പ്രതികൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ അനുകൽപ് മിശ്ര, ലവ്കുശ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും പ്രതികളുടെ മൊഴി. അയോധ്യയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മധ്യപ്രദേശിലെ ബാഗ്ലാമുഖി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റ്. RSS പ്രവർത്തകനെതിരെ കേസ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റിട്ട RSS പ്രവർത്തകനെതിരെ കേസെടുത്തു. മണ്ണാരശാല സ്വദേശി അനിൽകുമാറിനെതിരെയാണ് കേസ്. കമന്റ് ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നെന്നും FIRൽ പറയുന്നു. അനിൽകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തു. PSC പരീക്ഷാ ക്രമക്കേട് സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കി. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറങ്ങി. അടുത്ത കാലത്തുണ്ടായ ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. IG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. സംസ്ഥാന പോലീസ് മേധാവി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവ്. തലമുണ്ഠനം ചെയ്തു ക്രൂരമായി മർദ്ദിച്ചു. പെരുമ്പാവൂരിൽ കഞ്ചാവ് വിൽപ്പനക്കാരെന്നാരോപിച്ച് യുവാക്കൾക്ക് മർദ്ദനം. കഞ്ചാവ് വിൽപ്പനക്കാരെന്നാരോപിച്ച് എറണാകുളം പെരുമ്പാവൂരിൽ യുവാക്കളെ മർദ്ദിച്ചെന്ന് പരാതി. നടുറോഡിൽ വെച്ച് മർദ്ദിക്കുകയും തലമുണ്ഠനം ചെയ്യുകയും ചെയ്തു. വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശികളാണ് പോലീസിൽ പരാതി നൽകിയത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.